മാഷാ അല്ലാ, എന്നും നടിയിലല്ലേ നിങ്ങളെ കാണിക്കാറ്. ഇന്നിപ്പോൾ നമ്മുടെ തോട്ടത്തിലെ വിളവെടുപ്പാണ് കാണിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു, സന്തോഷം കൊണ്ടാണ് കണ്ണ് നിറഞ്ഞത്. അപ്പോൾ എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ ഉണ്ടായതെന്നൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നല്ല പഴുത്ത തക്കാളി തക്കാളി തൈ, ഒരു തക്കാളി തൈ ഞാൻ ഫസ്റ്റ് തന്നെ കൃഷി ചെയ്യാൻ തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ ഓരോന്ന് നട്ടുപിടിപ്പിക്കുന്ന വീഡിയോയിൽ എനിക്കൊരു തക്കാളി തൈ മിസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ നമുക്കൊരു തക്കാളി തൈ കിട്ടിയതാണ് ഈ തൈ. അങ്ങനെ ഈ തൈ വളർന്ന് അതിൻ്റെ മുകളിൽ ഇതാ അപ്പം നിറച്ചും പൂവും കായൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ അത് വിളവെടുത്തു. പിന്നെ ഇതാ പടവലങ്ങ നമുക്ക് പൊട്ടിക്കാനായിട്ടില്ല. പടവലങ്ങ ഉണ്ടായി ഒന്നും കൂടിയും വലുതാവണം, എന്നിട്ട് പൊട്ടിക്കാം. പിന്നെ ഇതാ പയർ ഞാൻ ആദ്യം നല്ല രീതിയിൽ നല്ല പന്തലൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് പയർ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് നല്ല പോലെ നോക്കി എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതുമല്ല, തത്ത വന്നിട്ട് ഉണ്ടായി പയറൊക്കെ കൊത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ കപ്പേൻ്റെ ചോട്ടിൽ വിത്തിട്ടിട്ട് വീണ്ടും പയർ മുളപ്പിച്ച് എന്നിട്ട് ഇതിലേക്ക് പടർത്തിയത്. അപ്പോൾ തത്തയുടെ ശല്യമൊന്നുമില്ല. പിന്നെ കീടങ്ങളൊക്കെ വരും, അതിനൊക്കെ നമ്മൾ മരുന്നടിച്ചിട്ട് ഇതാക്കൂട്ട. അങ്ങനെ പയറും 2-3 പയർ ഓരോ ദിവസം ഓരോ പയർ അങ്ങനെ കിട്ടാറുണ്ട്. പിന്നെ ഇതാ വെണ്ട നമുക്കിപ്പോൾ നിലവിൽ 3 തൈയിൽ നിന്നാണ് വെണ്ട കിട്ടണത്. അപ്പം ഞാനിതിൽ നിന്ന് കുറേ പറിച്ച് പിന്നെ ഇപ്പോൾ ഞാൻ ഇന്ന് പറിക്കുന്നതിൽ 2-3 വെണ്ടയും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി വെണ്ടയാണ് നല്ല ഈ വെണ്ടക്കായ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നല്ലോണം വലുതായി കഴിഞ്ഞാൽ നല്ല മൂത്ത് പോകും. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ കുറച്ച് നല്ലോണം വലുതാവാൻ നിൽക്കരുത്, നല്ല ഈ പരിവാകുമ്പോൾ തന്നെ പൊട്ടിക്കാം. പിന്നെ നമ്മുടെ വെള്ളരിക്ക ഇത് വേറൊരു വെള്ളരിക്കയാണ്, അത് ചെറിയതാണ് അപ്പോൾ അത് വലുതാവണുള്ളൂ. പിന്നെ നമുക്ക് വേറെ നല്ല വലുതായിട്ടൊരു അടിപൊളി വെള്ളരിക്ക നിൽക്കുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ തക്കാളി പറിച്ചില്ലേ, അതിൻ്റെ അവിടെ തന്നെയാണ് ആ വെള്ളരിൻ്റെ തൈ ഉള്ളത്. അപ്പോൾ അതിനെ നമ്മൾ കുറേ ദിവസമായി ഇങ്ങനെ മൂടി വെച്ചിട്ട്, അപ്പോൾ അതിങ്ങനെ വലുതാവണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് വലുതാവണ്ടെന്നല്ല, വലുതായിട്ട് ഇങ്ങനെ അടിയിൽ ചൂട് കയറണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ചകിരിയൊക്കെ വെച്ച് കൊടുത്തത് നല്ല അടിപൊളിയായിട്ട് നല്ല മഞ്ഞ കളറായി നല്ല കണി വെള്ളരിയാണ് അത്. കണി വെള്ളരി ആ വിഷുവിൻ്റെ ടൈമിലൊക്കെ വിത്തിട്ടിട്ട് ഈ തൈയും ഞാൻ നടുന്നതൊക്കെ ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ പിന്നെ ഏതോ ഒരു ചെടി നടുന്ന വീഡിയോയിൽ ഈ ഒരു തൈ കിട്ടിയതും അതിന് ഞാൻ ചാക്കിലേക്ക് മാറ്റണതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരുപാട് നമുക്കിത് വെറുതെ മുളച്ച് വന്നൊരു തൈയായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരുപാട് പൂവും കായൊക്കെ വന്ന് അതൊക്കെ കൊഴിഞ്ഞു പോയി. പക്ഷേ ഒരു അടിപൊളി വെള്ളരി കിട്ടിയിട്ടുണ്ട്. വെള്ളരി ഏകദേശം ഒരു 1.25 കിലോനുണ്ട്. ഞാൻ വെയിറ്റൊക്കെ നോക്കിയിട്ടാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. ഞങ്ങൾ കറിയൊക്കെ വെച്ച് കഴിച്ചുട്ടാ. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണായിട്ട് മുന്നേ തന്നെ ഇത് എന്താ പറയുക, കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചത് നല്ല അടിപൊളിയാണ്. പിന്നെ കുറച്ച് ഒരു പീസ് ചേച്ചിക്കും ഷൈൻ ചേച്ചിക്കും കൊടുത്ത്. പിന്നെ നമ്മുടെ തോട്ടത്തിലുള്ളത് ചീരയാണ്. അപ്പോൾ ചീരയും പറിച്ച്, ചീര ആകെ 2-3 തൈകളുള്ളൂ. പിന്നെ ഞാൻ വിത്ത് പാവിയിട്ടുണ്ട്, അതൊക്കെ കുഞ്ഞു തൈകളായിട്ട് വരുന്നുള്ളൂ അപ്പോൾ ചീര എനിക്ക് ഇത് ഒന്ന് വലുതായപ്പോൾ ഞാൻ 2-3 തണ്ട് പറിച്ചതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ പറിച്ചെന്നുള്ളൂ, അല്ലാതെ ഒരുപാട് ചീര ഒന്നുമില്ല. പക്ഷെ ഞാൻ ഈ ചീരയും പിന്നെ നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയും കൂടിയിട്ട് വളർത്താൻ വേണ്ടിയിട്ട് ആണ് പ്ലാന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഒരു ദിവസം തന്നെയാണ് ഈ വിളവെടുപ്പ്. അപ്പോൾ പൊന്നാങ്കണ്ണി ചീര നമുക്ക് ബക്കറ്റിലും നട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ തെർമോക്കോളിലും ഉണ്ട് അപ്പോൾ പൊന്നാങ്കണ്ണി ചീരയും കുറേ നുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നല്ല ഗുണമുള്ളതാണ്, കണ്ണിന് നല്ലതാണെന്ന് പറയുന്നത് ഈ പൊന്നാങ്കണ്ണി. അപ്പോൾ ഇതിൽ മൂത്ത കമ്പുണ്ടെങ്കിൽ അത് ഞാൻ വീണ്ടും കൊണ്ടുപോയിട്ട് പിടിപ്പിക്കുകയും ഇല മാത്രം എടുത്തിട്ട് തളിരായത് മാത്രം ഇങ്ങനെ അരിഞ്ഞിട്ട് ഉപ്പേരിയൊക്കെ വെക്കുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ കൊട്ട നിറയാണ് നമുക്ക് ഇന്ന് ഒരു കൊട്ട നിറയെ പച്ചക്കറി നമ്മുടെ വിളവെടുപ്പ് നടത്തിയത്.
അപ്പോൾ ഞാൻ ഈ നടുന്നത് മാത്രം കാണിക്കുമ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, എൻ്റെ തോട്ടത്തിലുള്ള വിളവെടുപ്പ് ഇതുവരെ കാണിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ ഒരുമിച്ച് ഒരൊറ്റ ദിവസം എടുത്ത സംഭവങ്ങളാണ് ഇതൊക്കെ. പിന്നെ പല പല ദിവസങ്ങളിലായിട്ട് എടുത്തതും അത് വെച്ചിട്ടുണ്ടാക്കിയ വിഭവങ്ങളുമായിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യട്ടെ. അപ്പോൾ ഈ വെള്ളരിക്കേൻ്റെ ഒരു പീസ് ചേച്ചിക്ക് കൊടുത്ത്, ബാക്കി പിന്നെ ആർക്കും കൊടുക്കാനുള്ള ഇല്ല. പിന്നെ അത് മാത്രമല്ല നമുക്ക് നോമ്പിൻ്റെ സീസണാണ്, അപ്പോൾ അതുകൊണ്ട്